രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും എല്ലാവരും ഒരു കുഞ്ഞു പോലും വിടാതെ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ സ്തോത്രം, ഒരു പൈശാചിക ബന്ധനവും നിങ്ങളെ തൊടാതെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അഭിവൃദ്ധിക്കായി, ആത്മീയ വർധനയ്ക്കായി ഉപയോഗിക്കുവാൻ ഇത് വളരെ പര്യാപ്തമാണ്. സ്തോത്രം. ചില ആളുകളുണ്ട്, അവർ ഇതുവരെ അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതിരിക്കുന്നവരുണ്ട്. പായിട്ടാൽ വരുന്ന ആ അന്യഭാഷയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. അന്യഭാഷ പറയാൻ പായിടണമെന്നില്ല. സ്തോത്രം. ഞാൻ പലപ്പോഴും വണ്ടി ഓടിച്ച് യാത്ര ചെയ്ത സമയത്ത്, തനിയെ വണ്ടി ഓടിച്ച് ദൂരങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് അന്യഭാഷയിൽ ആരാധിച്ചോണ്ടാണ് പോകുന്നത്. മീൻകടയിൽ പോകുമ്പോൾ എനിക്ക് അന്യഭാഷയിൽ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. എവിടെ യാത്ര ചെയ്താലും അന്യഭാഷയിൽ ആരാധിച്ച് എനിക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കതിന് പാവണമെന്നില്ല. സ്തോത്രം. എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്കായി ദൈവം വച്ചിരിക്കുന്ന ഈ ഒരു സംവിധാനം നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പാസ്റ്ററോട്, പാസ്റ്റർ ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല പാസ്റ്ററെ, എനിക്ക് അഭിഷേകം പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഇനിയിപ്പോൾ ഞാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഇനി ആ വാക്കെ പിടിച്ച് ഇനി വഴക്കുണ്ടാക്കാൻ വരരുത്. ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഭയിലെ എല്ലാ വ്യക്തികളും ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. ഒരാത്മശക്തി, ഒരാത്മപ്രവാഹം നിങ്ങളുടെ സഭയ്ക്കകത്തുണ്ടായില്ലെങ്കിൽ സഭയിലേക്ക് ഇനി ആൾ വരാൻ പാടാ. സ്തോത്രം. എല്ലാ മേഖലകളിലും, ആത്മീയ മേഖലകളിൽ ഏത് ഭാഗമായിക്കോട്ടെ, സ്തോത്രം, ആ അഭിഷേകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണുമ്പോൾ മാത്രം വരുന്നൊരു അഭിഷേകമായിരിക്കരുത്. അവിടെ അപകടമാണ്. അവിടെ ദുരാത്മാവ് കയറാൻ സാധ്യത കൂടുതലാണ്. ആ അഭിഷേകം നിങ്ങളെ സകലവും ബുദ്ധി പറഞ്ഞ് നിങ്ങളെ വഴി നടത്താൻ കഴിയുന്നതാണ്. സ്തോത്രം. നിങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചാൽ അവർ പിശാചിൻ്റെ കയ്യിലെ ആയുധമായിട്ട് മാറിയല്ല. ഒരു പൈശാചിക ശക്തിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അത്. നിങ്ങളുടെ മക്കൾ അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ സംസാരിക്കണം. അത് 10 മിനിറ്റ് സംസാരിച്ച് എഴുന്നേറ്റ് പോകുന്ന പരിപാടിക്ക് വേണ്ടിയല്ല ഞാനീ പറയുന്നത്. ദൈവം പകർന്നിരിക്കുന്നതാണെങ്കിൽ അത് കൺട്രോൾഡാണ്. അപ്പോൾ തന്നെ മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു സംവിധാനമായിരിക്കും അത്. സ്തോത്രം. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും. ഞാൻ എത്രയോ മണിക്കൂറുകൾ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. സ്തോത്രം. ഞാൻ അധികമായി അന്യഭാഷയിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. അത് ഞാൻ തനിയെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും. ഞാനിതുവരെയും എനിക്ക് കഴിഞ്ഞ വർഷം പറഞ്ഞ അന്യഭാഷ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം പറഞ്ഞ അന്യഭാഷ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ മിങ്കിളായി ചേരുമ്പോൾ എൻ്റെ നാവ് എടുത്ത് ഞാൻ സംസാരിക്കുന്നു. അത് ഏത് ഭാഷയാണെന്ന് പോലും എനിക്കറിയില്ല. സ്തോത്രം. അന്യഭാഷയിൽ സംസാരിക്കുക. ചില ആളുകൾ പറയും അന്യഭാഷയൊക്കെ നിന്നുപോയി. അവർക്കത് നിന്ന് കാണും. പക്ഷെ നമുക്കത് ഇന്ന് രാവിലെയും കൂടെ ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങളായിട്ട് ഉപവാസത്തിലാണ്. ആമേൻ. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, എൻ്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി. സ്തോത്രം. അന്യഭാഷ സംസാരിക്കുന്നവൻ വ്യാഖ്യാനം ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വ്യാഖ്യാനം ഇല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് വേറെ കുറേ സംഭവങ്ങൾ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യനോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തോടെ എപ്പോഴാണ് സംസാരിക്കുക അന്യഭാഷയിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ദേവദാസനൊരിക്കൽ ഒരു പുതിയ സ്ഥലത്ത് അവൻ പ്രവർത്തനത്തിനായി ചെന്നു. ആരെയും പരിചയമില്ല. ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ആരോ തൂങ്ങിച്ചത്തൊരു വീടാണ്. ആ വീട് വാടകയ്ക്ക് പോലും ആരും മേടിക്കുന്നില്ല. അനാഥപ്രദം പോലെ കിടക്കുന്നൊരു വീട്. ആ വീടാണ് ഉപദേശി കിട്ടിയത്. ഉപദേശി അതെല്ലാം തൂത്ത് വൃത്തിയാക്കി ആ മാറാലെല്ലാം അഴിച്ചു മാറ്റി എല്ലാം ക്ലിയറാക്കി കഴുകി വൃത്തിയാക്കി പുള്ളി പ്രാർത്ഥന പരിപാടിയായിട്ട് അതിനകത്ത് തുടങ്ങി. സ്തോത്രം. എല്ലാ ദിവസവും രാവിലെ പുള്ളി അന്യഭാഷ സംസാരിച്ച് പ്രാർത്ഥിക്കും. അന്യഭാഷയിൽ തനിയുള്ള പുള്ളികളുടെ തൻ്റെ കുടുംബം വേറെ സ്ഥലത്താണ്. തന്നോട് പുതിയ പ്രവർത്തനമായിട്ട് വന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് തന്നെ അവിടെ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഉപദേശിനെ ഇവിടുന്ന് വായിച്ചില്ലേ ശരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മതത്തിൽപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് പല പരിപാടികൾ ചെയ്തു നോക്കി. പക്ഷേ ഈ ഉപദേശിക്ക് ഒരു അനക്കമില്ല. സ്വതന്ത്രം. രാവിലെ പത്രക്കാരൻ വന്ന് പത്രം റോട്ടിലെറിഞ്ഞിട്ട് പോകും. ഈ ഉപദേശിയാണ് ആ വീട്ടുകാർക്കും പത്രം കൊണ്ട് കൊടുക്കുന്നത്. കാരണം വെള്ളം അവിടെ കിടന്നാൽ റോട്ടിൽ കിടക്കുകയല്ലേ. ഉപദേശി രാവിലെ പത്രം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന പത്രം എടുത്ത് അവരുടെ വീടിൻ്റെ തിണ്ണലോട്ട് ഇട്ട് കൊടുത്തിട്ട് വരും. രാവിലെ പാലുകാരൻ വരുമ്പോൾ പാലുകാരൻ വന്നിട്ട് വണ്ടി കൊണ്ടങ്ങ് പോവും. പാലുകാരനെ പിടിച്ച് നിർത്തി അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കോളിമ്പല്ലടിച്ച് അവരെ കൂടെ പറയും പാല് വന്നിട്ടുണ്ട്. എടാ ഈ ഉപദേശി നല്ല ഉപകാരിയാണല്ലോ. ഇതിനു മുമ്പ് പണ്ട് ഇവിടെ താമസിച്ചു വരുന്നതൊക്കെ കീരി പാമ്പുകെട്ടായിരുന്നു. ഈ ഉപദേശി വന്നതിന് ശേഷം ഉഷാറാണല്ലോ. ആ വീടിൻ്റെ ഉടമസ്ഥൻ ഒത്തിരി തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തേങ്ങയൊക്കെ പാസ് തേങ്ങയൊക്കെ എടുത്തു. ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കാനും വല്ലപ്പോഴും തേങ്ങ ഇടാൻ നേരത്ത് വരാം. ബാക്കി താഴെ വീഴുന്ന തേങ്ങയൊക്കെ പാസ് എടുത്തു. തേങ്ങ ഇങ്ങനെ മുറ്റത്ത് കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഉപദേശിക്കാകെ ഒരു തേങ്ങയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ബാക്കി തേങ്ങ എല്ലാം പുള്ളിയുടെ കൂട്ടി കിട്ടു. എല്ലാം തേങ്ങയും പെറുക്കി കൂട്ടി ആഴ്ചയിൽ അവരൊരു ദിവസം വരും. അവർ വരുമ്പോഴത്തേക്ക് അവരുടെ വണ്ടിക്കകത്ത് ഈ തേങ്ങ മുഴുവൻ പെറുക്കിയിട്ട് കൊടുത്തു വിടുക. ഓണറിനും സന്തോഷം. എന്തിനധികം പറയുന്നു, വീട്ടിൽ പറമ്പിൽ നിന്ന് ഒരു സാധനം മോഷണം പോകുന്നില്ല. അതിനു മുമ്പ് ഒത്തിരി സാധനങ്ങൾ മോഷണം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേലിയൊക്കെ പൊളിഞ്ഞു നടക്കുന്ന ചില സ്ഥലങ്ങളിൽ ആ മുള്ളുവേലിയൊക്കെ ഉപദേശി തന്നെ കെട്ടിപ്പോയി, നൂൽക്കമ്പി മേടിച്ച് കെട്ടി റെഡിയാക്കി. ചുരുക്കി പറഞ്ഞാൽ ഓണറിനും ഉപദേശി വലിയ ബഹുമാനമായി. അപ്പോൾ നമ്മുടെ അയലോക്കംകാരന് ഇരിക്കപ്പുറത്തില്ല. അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പരിപാടിക്കാരെ വിളിച്ച് കുറച്ചുകൂടെ ശക്തി കൂടിയ പരിപാടി ചെയ്തു നോക്കി. ഉപദേശി രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ ആലോചിക്കുമ്പം ഒരിക്കലൊരു മന്ത്രവാദി അവിടെ വന്നു ഉപദേശിനെ പറപ്പിക്കാൻ. ഒത്തിരി ചെയ്തു നോക്കി, പല പരിപാടിയും ചെയ്തു നോക്കി, അനങ്ങുന്നില്ല. അവസാനം മന്ത്രവാദി നേരെ ഉപദേശിയുടെ അടുത്തോട്ട് നേരിട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു? ഞാനിവിടെ വേറൊരു ആവശ്യത്തിന് വന്ന. ഉപദേശിക്ക് ആത്മനിർഭരമുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യം മന്ത്രവാദി കണ്ടപ്പോഴേ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. എന്തായാലും അയാൾക്കൊരു കാര്യത്തിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. അയാൾ ചോദിച്ചു, ഞാനേ രാവിലെ 7 മണിക്ക് ശക്തി കൂടിയ നാമജപങ്ങൾ ജപിച്ചിട്ടും ഞാൻ അയച്ചുവിടുന്ന ഒരു പിശാചിനെ നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വരിക. നിങ്ങളെന്തോ ഒരു ഭാഷ പറയുന്നുണ്ട്, അതെന്നാന്ന് ചോദിച്ചു. അതേത് മന്ത്രമാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മന്ത്രവും പറയുന്നില്ല, ഞാൻ അന്യഭാഷയെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഓഹോ, സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ ആ ഉപദേശിയുടെ വായിൽ നിന്ന് നേരിട്ട് കേട്ട കാര്യം കേട്ടോ. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നിങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ച് വാഹനം ഓടിക്കുമ്പോൾ, നിങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ച് കരിയുമ്പോൾ, നിങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ച് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായി അന്ധകാര മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ചുമ്മാ കെട്ടുകഥയല്ല. ദൈവത്തെ വിശ്വസിക്കാത്തവൻ പോലും അവൻ അധികം വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അവൻ ശത്രു സംഹാരമൊക്കെ നടത്തുന്നത്, പല പൂജകർമാദികൾ നടത്തുന്നത്. അവനതിനെ നല്ല ഭയമുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടെന്ന് അവനറിയാം. പക്ഷെ നിങ്ങൾക്ക് ആ വിവരമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കാൻ സാധ്യതയുള്ള സകല അന്ധകാര മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെയും നിങ്ങൾ പറഞ്ഞ അന്യഭാഷ നിമിത്തം അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. സ്തോത്രം. ആ അടുക്കളയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഈ അടുക്കളയിൽ നിന്ന് പറയുന്ന അന്യഭാഷ ഉണ്ടല്ലോ, വിദേശ രാജ്യത്ത്
കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആ കുഞ്ഞിന് വേണ്ടി കവറിങ് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് അവിടെ പ്രയോജനപ്പെടുന്നത്. അന്യഭാഷ ആരാധിക്കാൻ പറ്റുമോ? സ്തോത്രം. അന്യഭാഷ ശക്തമായ ദൈവത്തെ ആരാധിക്കണം. ആരെങ്കിലും ഉറക്കൊരു അന്യഭാഷ പറഞ്ഞാൽ ഉടനെ തിരിഞ്ഞു നോക്കരുത് ആരാന്ന്. അതാണല്ലോ നമ്മുടെ പരിപാടി. പല സഭകളിൽ ഞാൻ കാണുന്ന. സ്തോത്രം. ശക്തമായി ആരാധിക്കണം. അന്യഭാഷയിൽ ആരാധിക്കണം. മണിക്കൂറുകളൊക്കെ അന്യഭാഷയിൽ ആരാധിക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ആ ആത്മശക്തി നിങ്ങൾക്ക് മാത്രമല്ല പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഭാര്യയ്ക്കും ഒക്കെ പ്രൊട്ടക്ഷനായി, ശത്രു തൊടാതെ ദുഷ്ടൻ കാണാതെ ഒരു മറവിടമായി ആ ആത്മശക്തി മാറും. രാവിലെ തീരുമാനം എടുക്കാമോ? സ്തോത്രം. പാസ്റ്റർ, ഞാനിതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല പാസ്റ്റർ, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണുകളച്ചു. ഓ ഹരിമ കം തുനെ ബിൽക്കാനോ കർമ്മനാതി കെൽപ്പിയസ് Belanca mocchi milando mo coliera banticia se peleke se rot mineadi. Wanke melike mosianta mele anadi a camolia. Remele che vese che mi chiaro conturi a bascanati. Lam che madimi con mi ero come lei come sharas. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇവരുടെ മേലത്തെ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവരുടെ നാവിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ നിമിഷം മുതൽ ദൈവശക്തി അവരുടെ നാവിന്മേൽ പുറത്തു വരട്ടെ. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സഹോദരിക്ക് വേണ്ടി അവരുടെ നാവിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് കനൽ കൊണ്ട് അവനും നാവിനെ തൊടണമേ. ഇപ്പോൾ മുതൽ അഭിഷേകത്തിൻ്റെ ശക്തി അന്യഭാഷ അടയാളത്തോടെ അവിടെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി കടന്നു കംപ്ലീറ്റ് ആ ദൈവശക്തിക്കകത്തേക്ക് അവർ ഇറങ്ങട്ടെ. കർത്താവേ, ഒരത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ചില മണിക്കൂർ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുക, മുട്ടയിലിരിക്കുക, കണ്ണുകളടച്ച് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ നിറയ്ക്കണമേ. ഒരു 10 മിനിറ്റ് നിങ്ങൾ ആത്മാർത്ഥതയോടെ ഹൃദയം ദൈവസംഭാഗ ഏകാഗ്രമാക്കി അപ്പൻ്റെ പാദത്തിൽ വീണെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. അഭിഷേകത്താൽ ദൈവം നിങ്ങൾ നിറയ്ക്കും. സ്തോത്രം. അതിനായി സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.